വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ലുക്കാണ്, അതായത് നമ്മുടെ ദീപാവലി ലുക്കാണ്. ഞാൻ അതാണ് കേട്ടോ ഇന്ന് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ദീപാവലി ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് മേക്കപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് മേക്കപ്പ് ലുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കൊട്ട നിറയെ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ അക്സസറീസൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇടാനുള്ള കമ്മൽ ബാക്കി കാര്യങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെറ്റാഫിൻ്റെ തന്നെ മോയ്സ്ചറൈസർ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മുടി ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ട് ആകത്തുള്ളൂ. അതാണ് മെയിൻ ഇഷ്യൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ ഞാൻ നല്ലതായിട്ട് പിടിപ്പിക്കും കേട്ടോ. ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യിപ്പിക്കും. അപ്പോൾ നല്ലൊരു കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലോ വരും. പിന്നെ എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ പാക്കിൻ്റെയും പിന്നെ നമ്മുടെ മെബിലിൻ്റെ ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് അവിടെ ഇടാം. പാക്കിൻ്റെയും കുറച്ച് ഡാർക്കാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എൻ്റെ മെബിലിന് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞാൻ കടിച്ച് പൊട്ടിച്ച് ഒക്കെയാണ് ഇടുന്നത്. മാക്സിമം ഞാനത് തീർക്കും കേട്ടോ. അങ്ങനെയാണ്, അല്ലാതെ പുതിയത് വാങ്ങിക്കാൻ നിൽക്കത്തില്ല. ഇത് അറ്റം പറ്റി തീർത്തിട്ട് ഞാൻ അടുത്തത് വാങ്ങിക്കാൻ തീർക്കും. പിന്നെ ബ്യൂട്ടി സ്പഞ്ച് ഒന്ന് നനച്ചിട്ട് വരട്ടെ. അപ്പം അത് നനച്ചിട്ട് വന്നിട്ട് ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഞാൻ കുറച്ചെണ്ണം എൻ്റെ കവിളിലെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ നെറ്റിയിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ടാൻഡാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈവൻ സ്കിന്നാക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കഴുത്ത് മറക്കരുത്, ഉറപ്പായിട്ടും കഴുത്തിൽ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം ഫൗണ്ടേഷൻ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയിട്ടാകും കേട്ടോ. പിന്നെ നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം. ഐഷാഡോ ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഐഷാഡോ ഞാൻ ഓൾറെഡി ചെറിയ രീതിയിൽ എൻ്റെ കണ്ണിൽ കാജലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തൂടെ തന്നെ ഡാർക്ക് കളർ എൻ്റെ ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്കാണ് ഞാൻ ഐബ്രോ വരച്ചില്ല എന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഇവിടെ മാഡ്സിൻ്റെ ഐബ്രോ ജെല്ലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ണാടി പോയിട്ടാണ് പിന്നീട് വരച്ചത്. ഓക്കെ, അതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കാജലാണ് ഞാൻ കണ്ണിൽ വരയ്ക്കുന്നത് കേട്ടോ. അതും എനിക്ക് കണ്ണാടി പോയാലേ പറ്റത്തുള്ളൂ, ക്യാമറ നോക്കി പറ്റത്തില്ല. ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വരച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മളൊരു സ്മജ് കിട്ടാൻ വേണ്ടി. ഇതൊക്കെ കണ്ണിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ, കുത്തി കയറി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ മാഡ്സിൻ്റെ ബ്ലഷാണ്. വാരി പൊത്തുക എന്നല്ല, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഉള്ളിൽ നിന്നൊരു ഗ്ലോ പോലെ ഇതിങ്ങനെ കാണിക്കണം കേട്ടോ. ഞാൻ എന്തോ സത്യം മേലെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഇത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് ഒരു 100 ബിലോ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ലിപ്സ്റ്റിക്കാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നല്ല കളർ കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്ത് ഹെയർ, ഏറ്റവും ടഫസ്റ്റ് പാർട്ടെന്ന് പറയുമ്പോൾ ഹെയർ ആട്ടോ. അപ്പോൾ ഹെയറിൽ ഞാൻ ആദ്യം ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. ചെറുതായിട്ട് വെറ്റായിട്ട് കിടപ്പുണ്ട്. അതിനെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മുടെ അർബൻ യോഗിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ചെറുതായിട്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ടൊന്നുമില്ല, ഏകദേശം മേക്കപ്പ് ലുക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇടാൻ വേണ്ടി പോകുന്ന കോസ്റ്റ്യൂം കാണിച്ചു തരാം. ഇതാട്ടോ ഇടാൻ വേണ്ടി ഇടാൻ പോകുന്ന ഒരു ഡാർക്ക് ഒരു പേർപ്പിൾ ആണോ ഒരു കളറ് ഫുൾ ഗൗൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ട് ഇതുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒക്കേഷനിൽ മാത്രമേ ഞാനിത് പുറത്തെടുക്കാറുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ഗൗൺ ഡ്രസ്സ് എന്തായാലും ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഈ ഡ്രസ്സ് കുറച്ച് ദിവസം മുന്നേ വരെ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ചെറിയൊരു ഫിറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ചെറുതായിട്ട് നല്ലൊരു ടൈറ്റ് കേട്ടോ. മേളിൽ ഭാഗം വരുമ്പോൾ കുറച്ചൊരു ടൈറ്റ് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ കൈയുടെ പോർഷൻ കൈ പൊക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണോ എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. കമ്മലെന്ന് പറയുമ്പോൾ മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്മലാട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഷോയുടെ എന്തോ കമ്മലായിരുന്നു തോന്നുന്നു. അതെ, മീഷോയില്ലതാ. അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ കമ്മലുകളാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ പൊട്ട് വെച്ച് കൊടുക്കാം. ഒരു വട്ടപ്പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വട്ടപ്പൊട്ടിൻ്റെ ഫാനല്ല കേട്ടോ. ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് നീളം പൊട്ടാണ് എനിക്കിഷ്ടം. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ടഫസ്റ്റ് പാർട്ടിലേക്ക് കടന്നിട്ടുണ്ട് നമ്മൾ ഹെയർ കെട്ടുക എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് അഴിച്ചിടുക കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഏകദേശം. പിന്നെ നമുക്ക് പൂ വെച്ച് കൊടുക്കാം. പ്ലാസ്റ്റിക് പൂവാണ്. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വേറൊരു സാധനം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹെയർ അഴിച്ചിട്ടതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കെട്ടിയത് എല്ലാം കൂടിയിട്ട് ഞാൻ വാരി അഴിച്ച് കെട്ടും. എന്നിട്ട് വെച്ച് നോക്കിയപ്പോൾ കൊള്ളത്തില്ല കേട്ടോ. ഞാൻ അതേപടി എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇയർ ചെയിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ ഇതായിപ്പോയി. അപ്പോൾ ഇങ്ങനെ കേട്ടോ ലുക്ക് വരുമ്പോൾ ഞാൻ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം.
അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. പൂവ് ബാക്കി കാര്യങ്ങൾ എല്ലാം എടുപ്പുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ദീപാവലി ലുക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ആശംസിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം. ബൈ, ലവ് യു.